പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ വചനം ഈ ദിവസം കർത്താവ് നൽകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പത്രോസ്ലീഹയുടെ ഒന്നാമത്തെ ലേഖനം എടുക്കാമോ? പത്രോസ്ലീഹയുടെ ഒന്നാമത്തെ ലേഖനം, അതിൻ്റെ 3-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുക. ബൈബിള് നമ്മളെ കയ്യിലെടുക്കാം. 1 പത്രോസ് 3 അതിൻ്റെ 9-ാമത്തെ വാക്യം ഒരുമിച്ച് വായിക്കാം. തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്ന, പത്രോസ്ലീഹയോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമായിട്ട് അത് ഏറ്റെടുക്കുക. നമുക്ക് അനുഗ്രഹിക്കാൻ പറ്റുക. ഇപ്പം തിന്മയ്ക്ക് തിന്മയോ മോശത്തിന് മോശമോ ഒന്നും നമ്മൾ ചെയ്യുന്നുണ്ടാവില്ല. അത് മാത്രമല്ല ക്രിസ്തീയ ജീവിതം, അത് മാത്രമല്ല വിശുദ്ധ ജീവിതം. ഈശോ പത്രോസ്ലീഹയോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് അനുഗ്രഹിക്കുക. ആരെ അനുഗ്രഹിക്കുക? എല്ലാവരെയും അനുഗ്രഹിക്കുക. നമുക്ക് അനുഗ്രഹം മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റണം. നമ്മുടെ വാക്കുകൾ വഴി, നമ്മുടെ സാന്നിധ്യം വഴി നമ്മൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറുക. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ എന്തായി മാറും? നീ ഒരു അനുഗ്രഹമായി മാറും. നമ്മുടെ ഒരു വലിയ ദൗത്യതാണ് വചനം കേൾക്കുന്ന നമുക്ക് അനുഗ്രഹം സ്വീകരിക്കുന്നവർ മാത്രമല്ല, അനുഗ്രഹം കൊടുക്കുന്നവരുമായി തീരണം. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ നോക്കി ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളൊരു അനുഗ്രഹമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേ? ഇല്ല. ഇല്ലേലും സാരമില്ല, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളൊരു അനുഗ്രഹമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അനുഗ്രഹമായി തീർന്നാൽ അത് മറ്റുള്ളവർക്ക് ആ അനുഗ്രഹം നിങ്ങൾ പങ്കുവെച്ച് കൊടുക്കുക. പത്രോസ്ലീഹ പറയുന്ന അടുത്ത വാക്യം ശ്രദ്ധിച്ച് കേൾക്കണം. 9-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം ഇങ്ങനെയാണ്: അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണല്ലോ നിങ്ങൾ. നമുക്കുള്ള ഒരു ഐഡൻറ്റിറ്റി അതാണ്. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ചിലപ്പോൾ ഒരു കെട്ട കാലത്തിലൂടെ പോകാതിരിക്കാം, നമ്മൾ ചിലപ്പോൾ രോഗങ്ങളിലൂടെ വേദനകളിലൂടെയൊക്കെ കടന്നു പോകാതിരിക്കാം. നമുക്കൊരു അവകാശം കർത്താവ് തന്നിരിക്കുകയാണ്. അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാണല്ലോ നമ്മൾ. ഇപ്പം അനുഗ്രഹിക്കപ്പെട്ട് നിൽക്കുക ആയിരിക്കില്ല. ഇപ്പം ചിലപ്പോൾ ഒരു സഹനത്തിലൂടെ പോകാതിരിക്കാം, ഇപ്പോൾ ഒരു ഇരുട്ടിലൂടെ കടന്നു പോകാതിരിക്കാം. നമുക്ക് ഇതിൻ്റെ ഉദ്ദേശം, കർത്താവ് എന്നാ ഇങ്ങനെ ഉദ്ദേശിക്കുന്നത് എന്നൊന്നും ഒരു പിടിയും കിട്ടാത്ത സമയമായിരിക്കും. പക്ഷെ ഒരു ഉറപ്പിതാണ്, നമ്മുടെ മുമ്പിൽ സകല പ്രതീക്ഷയും ഇല്ലാത്തൊരു സമയത്തും, നമ്മൾ ചോദിച്ച ഒന്നിനും ഉത്തരം കിട്ടാത്തൊരു സമയത്തും, നമ്മൾ വല്ലാത്ത രോഗങ്ങളിലൂടെയോ സങ്കടങ്ങളിലൂടെയോ ഇരുട്ടിലൂടെയോ വീട്ടിലെ പ്രശ്നങ്ങളോടെയോ നമ്മുടെ ജോലിയിലെ ഒരു ക്രൈസിസിലൂടെ എന്തോ ആവട്ടെ, നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന എന്തോ ആവട്ടെ, അനുഗ്രഹിക്കപ്പെട്ടിരിക്കുക ശപിക്കപ്പെട്ട് നിൽക്കുക എന്ന് തോന്നുന്ന ഒരു സമയത്തും നമുക്കൊരു ബോധം ഉള്ളിലുണ്ടാവണം. അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ട ആളാണ് ഞാൻ. പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാം കിട്ടിക്കഴിയുമ്പോഴല്ല നമ്മളിത് പറയുന്നത്. ഒന്നും ഇല്ലാത്തൊരു സമയത്തും, സീറോ ആയിട്ട് നിൽക്കുന്ന സമയത്തും, ഇപ്പോൾ ഇതെന്നെ കർത്താവ് ഉദ്ദേശിക്കുന്നതെന്ന് പിടികിട്ടാത്തൊരു സമയത്തോടെ കടന്നു പോവുകയാണെങ്കിലും നമുക്ക് തലയുയർത്തി പിടിച്ച് ഈശോയിൽ വിശ്വസിച്ചുകൊണ്ട് പറയാനുള്ളതാണ്, ഈശോ തരാൻ പോകുന്ന ആ അനുഗ്രഹത്തിന് അവകാശിയാണ് ഞാൻ. വളരെ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. എന്നത് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വാസത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഞാനും എൻ്റെ കുടുംബവും ഈശോ തരുന്ന അനുഗ്രഹം അത് സ്വീകരിക്കാൻ അവകാശമുള്ള വ്യക്തികളാണ്. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ആ സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് പത്രോസ്ലീഹ ഇങ്ങനെ പറയുന്നുണ്ട്. 13-ാമത്തെ വാക്യം ഒരുമിച്ച് ഓർക്കെ വായിക്കാം. 1 പത്രോസ് 3:13. നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ തീക്ഷ്ണതയുള്ളവരാണെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കാൻ ആർക്ക് കഴിയും? ഓർക്കെ ഒന്നുകൂടെ വായിച്ചേ. നന്മ ചെയ്യുന്നതിൽ തീക്ഷ്ണതയുള്ളവരാണെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കാൻ ആർക്ക് സാധിക്കും? പൗലോസ്ലീഹ ഇതുമായിട്ട് ചേർത്തൊരു വചനം പറയുന്നുണ്ട്. റോമ 8:35 എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് കാണാപ്പാടം അറിയാവുന്നതാണ്. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? പത്രോസ്ലീഹ മറ്റൊരു വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പറയാണ്, നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ തീക്ഷ്ണതയുള്ളവരാണെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കാൻ ആർക്ക് പറ്റും? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഈ ഒരു സഹനത്തിൻ്റെ സിറ്റുവേഷനിൽ നമ്മൾ ചിലപ്പോൾ തോറ്റു നിൽക്കുന്ന ഒരു സമയത്ത്, നമുക്ക് ഒരു ഉത്തരവും കിട്ടാത്തൊരു സമയത്ത് ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമാണ് നന്മ ചെയ്തുകൊണ്ടിരിക്കുക. ചെയ്യുന്ന നന്മ തുടരുക. ചിലപ്പോൾ നിങ്ങൾ നന്മ ചെയ്ത ആ നന്മ നിങ്ങൾ കൊടുത്ത ആളുകളായിരിക്കും ഏറ്റവും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇപ്പം നിങ്ങൾക്ക് നിലത്ത് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ, ശാരീരികമായിട്ടല്ല, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ തോന്നാത്ത ചില ദിവസങ്ങളിലൂടെ കടന്നു പോയിരിക്കും. മതി, ഇത്രയും ചെയ്തത് മതി, ഇത്രയും പ്രാർത്ഥിച്ചത് മതി, ഇത്രയും അധ്വാനിച്ചത് മതി എന്നൊക്കെ തോന്നുന്ന ഒരു സമയത്തിലൂടെ കടന്നു പോയിരിക്കാം. ഒരു പ്രതീക്ഷയില്ല, ഒരു നല്ല വാക്കും കേൾക്കുന്നില്ല. ഏറ്റവും സങ്കടത്തിൽ നിൽക്കുന്ന സമയത്തും ഈശോയെ സ്നേഹിക്കുന്ന നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കേണ്ട കാര്യം ഇതാണ്: നന്മ ചെയ്യുന്നത് ഞാൻ നിർത്തില്ല. പറ്റുമോ? അതിനുള്ള ധൈര്യമുണ്ടോ? ഞാൻ പറയുന്നത് അതിൻ്റെ കാഠിന്യത്തിൽ മനസ്സിലാക്കിക്കൊണ്ടെടുക്കുക. നിങ്ങൾ ഇത്രയും കാലം നന്മ ചെയ്ത ആർക്ക് വേണ്ടിയാണോ നിങ്ങൾ ഈ നന്മ ചെയ്തത്, ആർക്ക് വേണ്ടിയാണോ നിങ്ങൾ ഈ ജീവിതം മാറ്റിവെച്ചത്, എന്ത് വിശ്വാസത്തിന് വേണ്ടിയാണോ നിങ്ങൾ ഇതെല്ലാം ഒഴിഞ്ഞു വെച്ചത്, ആ പ്രസ്ഥാനത്തിൽ നിന്നോ ആ കൂട്ടായ്മയിൽ നിന്നോ ആ വീട്ടിൽ നിന്നോ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സങ്കടം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നന്മ ചെയ്യുന്നത് നിർത്താതിരിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് ഒരുറപ്പാണ്, അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ട ആളാണ് ഞാൻ. ഇപ്പം എനിക്ക് തോന്നുന്നില്ല ഒന്നും കിട്ടുമെന്ന്.
എന്നെ സ്നേഹിക്കുമെന്ന് കരുതിയവരോ എന്നെ പരിഗണിക്കുമെന്ന് കരുതിയവരോ എല്ലാവരും മാറ്റി നിർത്തുകയാണ്. പക്ഷെ ഞാൻ നന്മ ചെയ്യുന്നത് തുടരും. കാരണം വചനം ഉറപ്പ് തരികയാണ്, നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ ഉത്സാഹമുണ്ടെങ്കിൽ, നന്മ ചെയ്യുന്നത് നിങ്ങൾ തുടരുകയാണെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കാൻ ആർക്ക് പറ്റും? പൗലോസ്ലീഹയുടെ വാക്കുകളിൽ, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? നിങ്ങളിപ്പോൾ ഒരു നന്മയും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ്, ഒന്നും പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണെങ്കിലും നന്മ ചെയ്യുന്നത് തുടരുക. നന്മ ചെയ്യുന്നവൻ്റെ കൂടെ കർത്താവ് നിൽക്കും. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? നന്മ ചെയ്യുന്നതിൽ തീക്ഷ്ണതയുള്ളവരാണെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കാൻ ആർക്ക് പറ്റും? പറഞ്ഞേ ഹല്ലേലൂയ. ചില സമയത്ത് പക്ഷേ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഉത്തരവൊന്നും വരാത്തപ്പോൾ, ഒരു ആശ്വാസം വരാത്തപ്പോൾ ചിലപ്പോൾ നമ്മൾ നന്മ ചെയ്യുന്നതൊക്കെ നിർത്തും. മതി, ഇനിയിപ്പോൾ ഇങ്ങനെ വിശുദ്ധിയിൽ ജീവിച്ചിട്ട് ഇപ്പം എന്നാ കാര്യം? ഇത്ര തീക്ഷ്ണതയോടെ ജീവിച്ചിട്ട് എന്നാ കാര്യം? ഇത്രയും നന്മ ചെയ്തിട്ട് എന്നാ കാര്യം എന്നൊക്കെയുള്ളൊരു പ്രലോഭനം പിശാച് നമ്മുടെ മുമ്പിൽ കൊണ്ടുതരും അല്ലേ? അവർ അങ്ങനെയൊക്കെ കാണിച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ നന്മയൊക്കെ ചെയ്ത് ബൈബിളൊക്കെ പിടിച്ചുകൊണ്ട് നടന്നിട്ട് ഈ പള്ളിയിലൊക്കെ പോയിട്ട് ഈ വചനം കേൾക്കാൻ വന്നിട്ട് നിനക്ക് എന്നായി എന്ന് ചോദിച്ച് പിശാച് നമ്മളെ പ്രലോഭിപ്പിക്കും. ആ പ്രലോഭനത്തിന് മുമ്പ് വീണു പോകരുത്. നന്മ ചെയ്യുന്നതിൽ തീക്ഷ്ണതയുള്ളവരായിരിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളെങ്ങനെ തീക്ഷ്ണതയുള്ളവരാണോ? തമ്പുരാൻ അറിയാം. ആണോ? ഇന്ന് എത്ര നന്മ ചെയ്തു? ഇന്ന് എത്ര തിന്മ ചെയ്തു? ഒന്നും സമയം കിട്ടിയില്ലേ? വീട്ടിലായിരുന്നെങ്കിൽ ചെയ്യാമായിരുന്നു അല്ലേ? ധ്യാനേന്ദ്രത്തിലായിപ്പോയി. ഇപ്പം ചെയ്യാൻ പറ്റുന്നൊരു നന്മ, നന്നായിട്ട് വചനം കേൾക്കുക, വിശ്വസിക്കുക, ഈശോയ്ക്ക് നന്ദി പറയുക. രണ്ട് കാര്യങ്ങൾ വരുത്തി ശക്തിയോടൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ആ വചനഭാഗം ഒന്നുകൂടെ വായിക്കാവോ? 3:13 വായിച്ചേ. നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ തീക്ഷ്ണതയുള്ളവരാണെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കാൻ ആർക്ക് കഴിയും? അടുത്ത വചനം വായിച്ചോ. നീതിക്ക് വേണ്ടി കഷ്ടതകൾ സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. അവരുടെ ഭീഷണി നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ അസ്വസ്ഥരാകുകയും വേണ്ട. ഈ വചന ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് നിങ്ങൾ അവരുടെ ഭീഷണി പേടിക്കണ്ട, നിങ്ങൾ അസ്വസ്ഥപ്പെടണ്ട. പറയുന്നതൊരു വ്യക്തിയല്ല, നിങ്ങളുടെ ഒരു കൂട്ടുകാരിയല്ല, അപ്പൻ അമ്മയല്ല. ഈശോയുടെ വചനം നിങ്ങളോട് പറയാണ്, നിങ്ങൾ ഇന്ന് ഈ വചനം കേൾക്കുന്ന ഈ ഒരു ദിവസം, ഈ മണിക്കൂറിൽ എന്തിനെങ്കിലും കുറിച്ചൊക്കെ ആകുലപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ, ആരുടെയെങ്കിലും വാക്കുകളെ പേടിച്ച് നിൽക്കുകയാണെങ്കിൽ, ഈശോയുടെ വാക്ക് ഇന്നൊരു ദിവസം ഇത് നമ്മുടെ ചെവിയിൽ ഇത് കേട്ടെങ്കിൽ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുക. നിങ്ങൾ അവരുടെ ഭീഷണിയെ ഭയപ്പെടണ്ട, നിങ്ങൾ അസ്വസ്ഥപ്പെടണ്ട. ഏറ്റെടുക്കുക. എന്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നമുക്കറിയില്ല, നിങ്ങൾക്ക് അറിയത്തുണ്ടാവില്ല ഇനി എന്നെ വരാൻ പോകുന്നതെന്ന്. ഹൃദയത്തിലേക്ക് വിശ്വാസത്തോടെ ഏറ്റെടുക്ക്. നിങ്ങൾ ആ ഭീഷണിയെ ഭയപ്പെടണ്ട. ആ രോഗത്തിൻ്റെയോ ആ സങ്കടത്തിൻ്റെയോ ആ കുത്തുവാക്കുകളുടെയോ ആ ശാപവാക്കുകളുടെയോ ആ ഭീഷണിയെ നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ അസ്വസ്ഥരാകും വേണ്ട. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. നിങ്ങൾക്കുള്ള പ്രത്യാശയെപ്പറ്റി വിശദീകരണം ആവശ്യപ്പെടുന്ന ഏവരോടും മറുപടി പറയാൻ സദാ സന്നദ്ധരായിരിക്കും. സോ ഈ സഹനം ഇവിടെയുണ്ട്, ഈ വേദന ഇവിടെയുണ്ട്, ഈ ബുദ്ധിമുട്ട് ഇവിടെയുണ്ട്, ഈ ഉത്തരം കിട്ടാത്ത ഈ പ്രശ്നം നിങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത വലിയ ഇരുട്ടിൻ്റെ ദിവസങ്ങളിലൂടെ ചിലപ്പോൾ നിങ്ങൾ കടന്നു പോകുമായിരിക്കാം. ഈ സന്തോഷത്തിൻ്റെ ദിവസങ്ങൾ, എല്ലാവരും സന്തോഷിക്കുന്ന ദിവസങ്ങളിൽ പോലും നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റാത്ത ചില സമയമായിരിക്കും. അങ്ങനെയാണോ? എൻ്റെ മുഖമൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നു. ഒരു സന്തോഷമില്ലാത്ത മനുഷ്യരായിട്ടൊക്കെ തോന്നുന്നു. സന്തോഷിക്കാൻ, ആനന്ദിക്കാൻ ഒറ്റ കാര്യം ചെയ്യണം. ക്രിസ്തുവിനെ എപ്പോഴും രാജാവായി, ദൈവമായി, കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ ആരാധിക്കുക, പൂജിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പം എല്ലാം തകർന്ന് നിൽക്കുന്ന ഒരവസ്ഥയിലും നമുക്ക് ചെയ്യേണ്ട ഒരൊറ്റ കാര്യം, ഞാൻ ഈശോയെ ആരാധിക്കും. എല്ലാം ഓക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്തല്ല, സകലതും തകർന്ന് നിൽക്കുന്ന സമയത്തും ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ ദൈവമായി, കർത്താവായി, രാജാവായി ആരാധിക്കുവിൻ. നിങ്ങൾ ആരിലാണോ പ്രത്യാശ അർപ്പിച്ചത് ആ പ്രത്യാശയെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ എപ്പോഴും തയ്യാറായിരിക്കും വേണം. നമുക്കിപ്പോൾ കടന്നു പോകുന്ന ചില സാഹചര്യം ഞാൻ പലപ്പോഴും പല സദസ്സുകളിൽ വെച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം ചില സഹനങ്ങളുടെ മുമ്പിൽ നിന്ന് നമുക്കിതെന്തിനാ ഇത് വന്നേ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഇപ്പം ഇതിനെ അതിജീവിച്ചാൽ, ഈശോയുടെ കൈ മുറുകെ പിടിച്ച് ഇതിനെ അതിജീവിച്ചാൽ, ഇതുപോലെ ഒത്തിരി സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് പ്രത്യാശയാവാൻ വേണ്ടി ഈശോ ഈ സഹനത്തിലൂടെ നിന്നെ വാർത്ത് ഒരുക്കി എടുക്കും. ഇച്ചിരി ബുദ്ധിമുട്ടാണ് നമ്മളത് കടന്നു പോകുമ്പോൾ. പക്ഷേ ഉറപ്പായിട്ടും ഒരുപാട് പേരെ പിടിച്ചുയർത്താൻ വേണ്ടി ഈ സഹനത്തിൻ്റെ മണിക്കൂറുകളെ ഈശോ അഭിഷേകമാക്കി മാറ്റും. ഉറപ്പാണ്. അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. നന്മ ചെയ്യുന്നത് നമ്മൾ നിർത്തുന്നില്ല, നമ്മളിത് തുടരുന്നു. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ശരിക്കും പരീക്ഷണങ്ങൾ വരും ഇങ്ങനെ ഇട്ടേച്ച് പോകാൻ, ഇത് അവസാനിപ്പിക്കാൻ, പ്രാർത്ഥന നിർത്താൻ വേണ്ടി, പള്ളി പോകുന്നത് നിർത്താൻ വേണ്ടി. അത്ര മാത്രം നമ്മളിങ്ങനെ ഇട്ട് പുകച്ചോണ്ടിരിക്കും. അപ്പുറത്തെ സൈഡിൽ നിന്ന് സാത്താൻ വന്നിട്ട് വേറൊരു സൈഡിൽ കിടന്ന് ഈ പ്രാർത്ഥിച്ചിട്ട് എന്നായി എന്ന് പറഞ്ഞ് ഇങ്ങനെ പുകച്ചുകൊണ്ടിരിക്കും. അവിടെയും നമ്മളിങ്ങനെ പറയാണ്, നന്മ ചെയ്യുന്നത് ഞാൻ അവസാനിപ്പിക്കുന്നില്ല. എൻ്റെ ദൈവത്തെ, എൻ്റെ കർത്താവിനെ രാജാവായി ഞാൻ എന്നും പൂജിക്കും. ഞാൻ അവനിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ആ പ്രത്യാശ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാനും വേണ്ടി കർത്താവിനെ ഒരുക്കും. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയ.
അടുത്തൊരു വാക്യം വായിക്കണം, 17-ാമത്തെ വാക്യം ഉറക്കെ വായിച്ചേ. 1 പത്രോസ് 3:17 ഉറക്കെ വായിക്കാം. നന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുന്നതാണ് ദൈവഹിതമെങ്കിൽ അതാണ് തിന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുന്നതിനേക്കാൾ നല്ലത്. ഇപ്പോൾ തെറ്റ് ചെയ്യുന്നവർക്കും നന്മ ചെയ്യുന്നവർക്കും എല്ലാം കഷ്ടപ്പാടുണ്ട്, ശരിയാണോ? പള്ളി പോകുന്നവനും ഉണ്ട്, പള്ളി പോകാത്തവനുണ്ട്. പള്ളി പോകാത്തവന്, ഭക്തി ഇല്ലാത്തവന് സഹനം വരുമ്പോൾ അതവന് പരാതി പറയാനുള്ള സമയമാണ്. പള്ളി പോകുന്നവന്, നന്മ ചെയ്യുന്നവന് സഹനം വരുമ്പോൾ അത് പ്രത്യാശ മുറുകെ പിടിക്കാനുള്ള സമയമാണ്. നമുക്ക് പരാതികളില്ല, നമുക്ക് എന്തേ ഉള്ളൂ? പ്രത്യാശ മാത്രമേ ഉള്ളൂ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. പത്രോസ് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് കാണാതെ അറിയാവുന്ന ഒരു വചനമാണ്. 4-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം ഒരുമിച്ച് വായിക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചാൽ എന്ന പോലെ പരിഭ്രമിക്കരുത്. 13 ഉറക്കെ വായിക്കാം. ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. ഇന്ന് ഈശോയുടെ മഹത്വം ഈ മർത്യ ശരീരത്തിൽ നമ്മൾ സങ്കടം അനുഭവിക്കുന്ന നമ്മുടെ വീട്ടിൽ, നമ്മൾ ക്രൈസിസ് അനുഭവിക്കുന്ന നമ്മുടെ ജോലി മേഖലയിൽ, നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത നമ്മുടെ പഠന മേഖലയിൽ, നമ്മൾ ഏറ്റവും ഇരുട്ടിലായിരിക്കുന്ന ഈ സ്ഥലത്ത് കർത്താവിൻ്റെ മഹത്വം വെളിവാക്കപ്പെടും. അന്ന് നമ്മൾ ആഹ്ലാദിക്കും. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുക, നിങ്ങളെപ്പോഴും പ്രത്യാശയുള്ളവരായിരിക്കും. എന്താണ് വലിയ പ്രത്യാശ? ഈശോ എന്ന പ്രത്യാശ, ഈശോ എന്ന വെളിച്ചം എൻ്റെ ഇരുട്ടിൽ പ്രകാശിക്കും. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാമത്തെ അധ്യായത്തിൽ എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വചനമാണ്. പ്രവാചകനിലൂടെ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്, ഉണർന്ന് പ്രശോഭിക്കുക, ഉണർന്ന് പ്രശോഭിക്കുക. റൈസ് ആൻഡ് ഷൈൻ. 2025 ഒരു വലിയ തീമായിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ എല്ലാ ദിവസവും ഉണ്ടായിരിക്കണത് റൈസ് ആൻഡ് ഷൈൻ. എഴുന്നേറ്റ് പ്രശോഭിക്കുക. വീണു പോകുന്ന ഒത്തിരി സാഹചര്യങ്ങളുണ്ടാവും, വീഴ്ത്തി കളയുന്ന ഒത്തിരി മനുഷ്യരുണ്ടാവും, ഒത്തിരി സിറ്റുവേഷൻ നമ്മുടെ മുമ്പിൽ വന്നേക്കാം. റൈസ് ആൻഡ് ഷൈൻ. കാരണം ഇത്രയേ ഉള്ളൂ. യേശയ്യാ പ്രവാചകൻ പറയുന്നു, കർത്താവിൻ്റെ പ്രകാശം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഒരാളുടെ നോട്ടവും നമുക്ക് കിട്ടുന്നില്ല, മറ്റൊരാളുടെ സഹായവും കിട്ടാത്തൊരു ജീവിതമായിരിക്കാം. ഉണർന്ന് പ്രശോഭിക്കുക, എന്തെന്നാൽ കർത്താവിൻ്റെ പ്രകാശം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയ. ഒരു ഉപദേശം പത്രോസ്ലീഹ ഈ വചനഭാഗത്ത് നൽകുന്നുണ്ട്. 5-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. 1 പത്രോസ് 5:6 വായിച്ചേ. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. യേശയ്യാ പ്രവാചകനോട് പറഞ്ഞു, ഉണർന്ന് പ്രശോഭിക്കുക. നമ്മൾ ഉയർത്തേണ്ടതും ആരാണ്? ഈശോയാണ്. അപ്പോൾ എവിടെ നിൽക്കണം? അവിടുത്തെ കരത്തിൻ കീഴിൽ. എന്ത് കരത്തിൻ്റെ കീഴിൽ? അവിടുത്തെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ. ഇപ്പോൾ നമുക്ക് ശക്തി ക്ഷയിച്ച് നിൽക്കുന്ന ദിവസങ്ങളിൽ, നമുക്ക് എല്ലാ പ്രതീക്ഷയും തകർന്ന് നിൽക്കുന്ന സമയങ്ങളിൽ നമുക്കുള്ള ഒരു ഉറപ്പാണ്, ഞാൻ ആരുടെ കരത്തിൻ്റെ കീഴിലാണ്? ഈശോയുടെ കരത്തിൻ്റെ കീഴിലാണ്. ആ കരത്തിൻ്റെ പ്രത്യേകത എന്താണ്? ശക്തമായ കരമാണ്. എനിക്ക് ശക്തിയില്ല, എൻ്റെ കുടുംബത്തിന് ശക്തിയില്ല, ഞാൻ തളർന്നിരിക്കുകയാണ്. പക്ഷേ ഞാൻ ആരുടെ കരത്തിൻ്റെ കീഴിലാണ് നിൽക്കുന്നത്? ഈശോയുടെ ശക്തമായ കരത്തിൻ്റെ കീഴിലാണ് നിൽക്കുന്നത്. ആ ബോധം ഉണ്ടെങ്കിൽ അവിടുന്ന് എന്നെ ഉയർത്തിക്കൊള്ളും. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത വാക്യം വായിക്കുക. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുക. ഉത്കണ്ഠയുണ്ടോ? ഒത്തിരി തവണ വായിച്ചു കേട്ട വചനമൊക്കെയാണ് ഇത് ചോദിക്കുന്നത് തന്നെ ഒരു തമാശയായിരിക്കും. നിങ്ങൾക്ക് ഉത്കണ്ഠകളുണ്ടോ, ഇല്ലെങ്കിൽ ഈ വചനം വായിച്ചിട്ടുണ്ടോ എന്നൊക്കെ. ഇപ്പോൾ ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ, 1000 തവണ കേട്ടൊരു വചനമാണെങ്കിൽ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ അത് ഫലം ചൂടുക, അത് വിത്ത് മുളച്ചു വരിക. നിങ്ങൾ ഇപ്പോൾ എല്ലാം ഉത്കണ്ഠയിലാണെങ്കിൽ ഇന്ന് ഈശോയ്ക്ക് ഇത് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി മാത്രം ഈശോ മാറ്റിവെച്ചൊരു സമയമായിട്ട് ഇതിനെ കാണുക. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുക, എല്ലാം ഏൽപ്പിക്കുക. നമ്മൾ ഈ ഭാരം ചുമന്നുകൊണ്ട് നടക്കാതെ ഇതെല്ലാം ഇങ്ങ് തന്നേരേ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഈശോയുടെ കരങ്ങളിലേക്കെല്ലാം കൊടുക്കുക. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരൊന്ന് നോക്കി, അവരെ മുഖത്ത് നോക്കിയിട്ട് പറ, നിന്റെ ഉത്കണ്ഠ എല്ലാം ഈശോയ്ക്ക് കൊടുക്കുക. പറഞ്ഞോ എല്ലാം. അവർക്കുണ്ടോയെന്ന് അറിയത്തില്ല, ഉത്കണ്ഠ ഉണ്ടോ എന്നറിയത്തില്ല. അവരോട് പറഞ്ഞുതരും, നിങ്ങളുടെ ഉത്കണ്ഠ ആകുലതകളെല്ലാം ഈശോയ്ക്ക് കൊടുക്കുക. അച്ഛനെ നോക്കിയിട്ടും പറ, അച്ഛനെ കണ്ടിട്ട് ഉത്കണ്ഠയൊന്നും തോന്നില്ലേ? അച്ഛൻ്റെ ആകുലതകൾ, ഉത്കണ്ഠകൾ, സങ്കടങ്ങൾ, സന്തോഷങ്ങൾ, ആനന്ദങ്ങൾ എല്ലാം ആർക്കും കൊടുക്കുക? എല്ലാം ഈശോയ്ക്ക് കൊടുക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വലിയൊരു ഫ്രീഡത്തിലേക്ക് വരണം. ഈശോ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്. ഈ ഗലാത്യ 5 ഇങ്ങനെ പറയുന്നുണ്ട്, ക്രിസ്തു നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് വിളിച്ചിരിക്കുന്നു. പിന്നെ നമ്മൾ ഈ വചനമൊക്കെ ഈശോ പ്രസംഗിച്ച ആദ്യത്തെ വചനങ്ങളിൽ ഒന്നിനെക്കുറിച്ച് ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് ബന്ധിതർക്ക് മോചനം, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം. എന്ന് വെച്ചാൽ വലിയൊരു സ്വാതന്ത്ര്യം നമ്മളെല്ലാം, ദൈവമക്കളെല്ലാം അർഹിക്കുന്നുണ്ട്. നമുക്കത് സ്വീകരിക്കണം. ഇപ്പോഴും ചില സങ്കടങ്ങളൊക്കെ ഇങ്ങനെ തോളിൽ വെച്ചുകൊണ്ട് നടന്ന് എപ്പോഴും അതിനെക്കുറിച്ചൊക്കെ ആകുലപ്പെട്ട് ഉത്കണ്ഠപ്പെട്ട് ഒരു സന്തോഷവും ഇല്ലാതെ ജീവിക്കുന്ന ചില മനുഷ്യരുണ്ട്. ക്രിസ്ത്യാനിയുടെ മുഖമുദ്ര എന്താണെന്നറിയോ? നെഞ്ചത്ത് പിടിച്ചൊരു ബൈബിൾ നല്ലതാണ്.
കഴുത്തിലണിഞ്ഞൊരു ജപമാല നല്ലതാണ്, മുട്ടക്കുത്തി നിൽക്കുന്നത് നല്ലതാണ്, കൈവരിച്ച് പിടിച്ചിരിക്കുന്നത് നല്ലതാണ്. ഒരു ക്രിസ്ത്യാനിയുടെ മുഖമുദ്ര പക്ഷേ ആനന്ദമാണ്. ആനന്ദം. ബൈബിൾ പിടിച്ചോണ്ടും സങ്കടപ്പെട്ട് നിൽക്കാം, കൊന്ത കഴുത്തിലിട്ടുകൊണ്ടും ആകുലപ്പെട്ട് നിൽക്കാം. ക്രിസ്ത്യാനിയാണോ എന്ന് തിരിച്ചറിയുന്നത് ആനന്ദം കൊണ്ടാണ്. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുക. അടുത്ത വാക്യം, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. പ്രിയപ്പെട്ട സൗരങ്ങളെ, നിങ്ങളെ നോക്കാൻ ആരുമില്ലെന്നും, നിങ്ങളെ മൈൻഡ് ചെയ്യാൻ ആരുമില്ലെന്നും, നിങ്ങളെ ഒന്ന് സ്നേഹിക്കാൻ ഒരാളില്ലെന്നും, നിങ്ങളുടെ സങ്കടങ്ങളിൽ നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഒരാളില്ലെന്നും ഒക്കെ പറഞ്ഞ് നിങ്ങൾ സങ്കടപ്പെടുന്ന ഈ ദിവസങ്ങളിൽ, ഈ മണിക്കൂറിൽ ഈശോ നിങ്ങളോട് പറയുന്നത് ഹൃദയത്തിലേക്ക് ഒരു തുള്ളി പോലും സംശയമില്ലാതെ ഏറ്റെടുക്കുക. അവിടുന്ന് നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നിന്നെ നോക്കുന്നുണ്ട്. ആര്? ഈശോ നിന്നെ നോക്കുന്നുണ്ട്. നിനക്ക് എഴുന്നേറ്റ് വരാൻ, നിനക്ക് ജീവിക്കാൻ ഇത് മാത്രം മതി. എന്നെ നോക്കുന്നുണ്ട് എൻ്റെ ഈശോ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. അടുത്ത വാക്യം ശ്രദ്ധിക്കണം, നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുക. എന്നെ നോക്കുന്ന ഒരാളുണ്ട്. ആര്? ഈശോ. പക്ഷേ ഈശോ മാത്രമല്ല എന്നെ നോക്കുന്നത്. എന്നെ കരുതാൻ വേണ്ടി, എന്നെ പൊക്കിയെടുക്കാൻ വേണ്ടി, എന്നെ ഉണർത്താൻ വേണ്ടി ഒരാൾ നോക്കുമ്പോൾ വേറെ ഒരാളും കൂടെ എന്നെ ഇങ്ങനെ ഉണർന്ന് നോക്കിയിരിപ്പുണ്ട്. ആരാണ്? ആ ചുമ്മാ ഇരിക്കുമെന്നല്ല, അവൻ നിങ്ങളെ വീഴ്ത്താൻ വേണ്ടി അവൻ അലറുന്ന സിംഹത്തെ പോലെ ഓടി നടക്കണം. ആ വാക്യം വായിച്ചേ, നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് ചുറ്റി നടക്കുന്നു. എവിടെ? നമ്മുടെ അടുത്തൂടെ. എന്താ വെച്ചാൽ അത് ഏറ്റവും വലിയ ആ പ്രലോഭനം എന്താണെന്നറിയോ? നിങ്ങൾക്ക് കള്ളു കുടിക്കാനോ നിങ്ങൾക്ക് ചീത്ത പറയാനോ ഉള്ള പ്രലോഭനമൊന്നുമല്ല. നിങ്ങൾ ഇപ്പം പിടിച്ചു നിൽക്കാനുള്ള ഒറ്റ കാരണം നിങ്ങൾക്കൊരു പ്രത്യാശ ഉണ്ട് എന്നുള്ളതാണ്. ഈ ഉത്കണ്ഠകളെല്ലാം ഈശോയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നത് നിങ്ങൾ ഈശോയിൽ പ്രത്യാശ അർപ്പിക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ ആകുലരാകാതെ നിങ്ങൾ നല്ലത് വരുമെന്ന് കരുതി ഇവിടെ ഇരിക്കുന്നത് ഈശോയിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ടാണ്. സോ പിശാച് നിങ്ങളെ പ്രലോഭിപ്പിക്കാൻ പോകുന്നതും ഇതാണ്. ഈശോയെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിക്കും. ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്നായി എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിക്കും. അല്ലാണ്ട് വേറെ ഇങ്ങനെ കമ്പും കോലും ഒക്കെ വാലും മടക്കിക്കൊണ്ടുവരുന്ന പ്രലോഭനമല്ല. ഈ സാത്താൻ നമ്മുടെ നേരെ, ദൈവമക്കളുടെ നേരെ ചൊരിയുന്ന ഏറ്റവും വലിയ പ്രലോഭനങ്ങളൊന്ന് ലോകത്തിലെ ഏറ്റവും വലിയ തിന്മ ചെയ്യാനോ കൊലപാതകമോ വ്യഭിചാരമോ 10 കൽപ്പനകൾ തെറ്റിക്കാനോ അല്ല. അതൊക്കെ തന്നെ തെറ്റിപ്പോവും. എപ്പോ? ഈശോ ഇല്ല എന്ന് നമുക്ക് തോന്നിപ്പോയാൽ, ഈശോ എന്നെ കാണുന്നില്ലെന്നും ഈശോയെ വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്നും ഒക്കെ തോന്നിപ്പോയാൽ ആരും സകലവിധ തിന്മകളിലേക്കും വീണുപോകും. സോ പിശാച് കൊണ്ട് തരുന്ന ഏറ്റവും വലിയ പ്രലോഭനങ്ങളൊന്ന്, ഈശോയെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല, നീ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, പ്രത്യാശിച്ചിട്ട് കാര്യമില്ല, നീ ഉത്കണ്ഠകളൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് ഒരു കാര്യമില്ല, ഇത് ഈശോ മൈൻഡ് ചെയ്യുന്നില്ല, നിന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് അവനിങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പണ്ട് പത്രോസ്ലീഹായൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അലറുന്ന സിംഹത്തെ പോലെ. ഇന്ന് പിശാചിന് അത്ര വലിയ പണിയൊന്നുമില്ല. നമ്മുടെ അടുത്ത് വന്നൊരു കൊതുകിനെ പോലെ വന്ന് മൂളക്കം പാടിയാലും നമ്മൾ താഴെ പോകുന്ന അവന് നന്നായിട്ട് അറിയാം. അത് വീഴാതിരിക്കാൻ സമചിത്തതയോടെ നിങ്ങൾ ഉണർന്നിരിക്കുക. ഈശോ മാത്രമല്ല എന്നെ നോക്കുന്നത്, ആരും കൂടെ ഉണ്ട്. പേടിക്കുമല്ല വേണ്ടത്, ഉണർന്നിരിക്കുക. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയാ. 9-ാമത്തെ വാക്യം വായിച്ചോ, വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുക. സോ പിശാചിനെ എതിർക്കണമെങ്കിൽ എന്തിൽ ഉറച്ചു നിൽക്കണം? എന്ത് വിശ്വാസം? വിശ്വാസ പ്രമാണത്തിലെ 12 പ്രമാണങ്ങൾ കാണാപ്പാഠം പഠിച്ചു, 50 പ്രാവശ്യം എഴുതി ആണോ? അല്ല. എന്നെ പ്രലോഭിപ്പിക്കാൻ ശ്രമിക്കുന്ന പിശാചിനെ ഞാൻ ചെറുത്ത് നിൽക്കുന്നത് വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ്. എന്ത് വിശ്വാസത്തിൽ? ഈശോയിലുള്ള വിശ്വാസത്തിൽ. ഞാനിത് കണ്ടാലും കണ്ടില്ലേലും, എനിക്ക് എൻ്റെ മുമ്പിൽ ഈ കൺമുമ്പിൽ ഈ അത്ഭുതം നടന്നില്ലേലും, ഞാൻ പ്രാർത്ഥിക്കുന്നത് ഒത്തിരി നീണ്ടുപോയാലും, വർഷങ്ങളോളം ഞാൻ കാത്തിരിക്കേണ്ടി വന്നാലും, ഞാൻ ഈ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കും. എന്ത് വിശ്വാസം? ഈശോ ഇത് തരുമെന്നുള്ള വിശ്വാസമല്ല, ഈശോയിൽ ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് തന്നാലും ഇല്ലേലും ഐ ബിലീവ് ഇൻ ഹിം, ഐ ട്രസ്റ്റ് ഇൻ ഹിം. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നാൽ, ആ വിശ്വാസമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മ. 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചു, നന്മ ചെയ്തിട്ട് നിങ്ങൾക്ക് സങ്കടം ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, ദുഷ്ടൻ നിങ്ങളെ തൊടില്ല, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. എന്ത് നന്മയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മ? ഈശോയിൽ ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുക. ലോകം മുഴുവൻ ആ വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞാലും, ലോകം മുഴുവൻ ഈശോയെ തള്ളിപ്പറഞ്ഞാലും, നിങ്ങൾക്ക് തന്നെ തള്ളിപ്പറയാനുള്ള പ്രലോഭനങ്ങൾ വന്നാലും, സഹനങ്ങൾ വന്നാലും, നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. ഒറ്റ വിശ്വാസം, എൻ്റെ ഈശോ ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട്. ഐ ബിലീവ് ഇൻ ഹിം. എനിക്ക് ഒരു അത്ഭുതവും ചെയ്തു തന്നില്ലേലും ഞാൻ കണ്ണും പൂട്ടി എൻ്റെ ഈശോയെ വിശ്വസിക്കുന്നു. വളരെ പറഞ്ഞേ ഹല്ലേലൂയാ. ഒന്ന് വീശി ശക്തിയോടെന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾ വിശ്വസിക്കോ? കൊച്ചു സമൂഹം. ഞാനിത് പറയുന്നത് നിങ്ങളെക്കുറിച്ച് മാത്രമല്ല, അവസാനം വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുന്ന ഒരു കൊച്ചു സമൂഹം മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ ബെനഡിക്റ്റ് പപ്പ പറഞ്ഞുകൊണ്ട് ഒരു കാര്യമുണ്ട്, ദ ഫൈനൽ ചർച്ച് വിൽ ബി ലിറ്റിൽ ആൻഡ് പുവർ. അവസാനത്തെ സഭ ചെറുതായിരിക്കും, ദാരിദ്ര്യമായിരിക്കും. അവസാനത്തെ സഭ ചെറുതായിരിക്കും,
ദാരിദ്ര്യമായിരിക്കും. എന്ന് വെച്ചാൽ ഈ കെട്ടിടങ്ങളെക്കുറിച്ചോ എണ്ണങ്ങളെക്കുറിച്ചോ പിതാക്കന്മാരുടെയോ കർദിനാൾമാരുടെയോ അച്ഛന്മാരുടെയോ സിസ്റ്റേഴ്സിൻ്റെയോ വിശ്വാസികളുടെ എണ്ണത്തെക്കുറിച്ചല്ല. അവസാനത്തെ സഭ, ദ റെമനന്റ് ചർച്ച്, അവസാനത്തെ സഭ ചെറുതായിരിക്കും, അത് ദരിദ്രമായിരിക്കും. ഈശോയെ മാത്രം സമ്പത്തായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു കുഞ്ഞു ഗ്രൂപ്പ്, അതിനെയാണ് സഭ എന്ന് ബെനഡിക്ട് പാപ്പ പറയുക. അതിനെയാണ് സഭ എന്ന് പറയുക. നിങ്ങളുണ്ടാവും ആ കൂട്ടായ്മയിൽ. വിശ്വാസമാണ് അതിൻ്റെ മൂലധനം, ദ ക്യാപിറ്റൽ. അതിൻ്റെ മൂലധനം വിശ്വാസമാണ്. അത് നടക്കും, ഇത് നടക്കും, ഇങ്ങനെ പ്രാർത്ഥിച്ച് അത് കിട്ടും എന്നുള്ള വിശ്വാസമല്ല. അതേതൊരു മതസങ്കല്പത്തിലുള്ള കാര്യമാണ്. ഈശോയിൽ ഏകരക്ഷകനായ ദൈവത്തിലുള്ള വിശ്വാസം. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. വലതുവർത്തി ശക്തിയോടെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത വാക്യം വായിക്കണം. വിശ്വാസത്തിൽ, 9ാമത്തെ വാക്യം, വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരങ്ങളിൽ നിന്ന് ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നുവെന്ന് അറിയുകയും ചെയ്യുവിൻ. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഉണ്ട് സഹനം, എല്ലാവർക്കും ഉണ്ട്. ഈ ഭൂമിയിൽ ജനിച്ച ഏതൊരു കുഞ്ഞും അവസാനത്തെ ശ്വാസം എടുത്ത് വിടുന്നത് വരെ, കല്ലറയിലേക്ക് മടങ്ങും വരെ എല്ലാവർക്കും സഹനമുണ്ട്. ലോകമുള്ള സകലർക്കും സഹനമുണ്ട്. സഹനമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. സഹനമില്ലാത്ത ഒറ്റ മനുഷ്യരില്ല. പക്ഷെ നമുക്കൊരു ഉറപ്പാണ്, സഹനം മാത്രമല്ല, ഈ സഹനത്തിൽ എനിക്ക് പിടിക്കാനൊരു കയ്യും കൂടെ ഉണ്ട്. ആ കൈയുടെ കീഴിലാണ്, ആ ശക്തമായ കരത്തിൻ്റെ കീഴിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ ഉണരും, ഞാൻ എഴുന്നേക്കും. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത വാക്യം ശ്രദ്ധിച്ച് കേൾക്കുക. 10, തൻ്റെ നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും. 3 കാര്യങ്ങൾ: നിങ്ങളെ പൂർണ്ണരാക്കും, നിങ്ങളെ സ്ഥിരീകരിക്കും, നിങ്ങളെ ശക്തരാക്കും. എന്ന് വെച്ചാൽ ഈ സഹനം ശരിക്കും നമ്മളെ തളർത്താൻ പോവല്ല, ഈ വെല്ലുവിളി നമ്മളെ ഇല്ലാണ്ടാക്കാൻ പോവല്ല. ഈ സഹനത്തിന് ശേഷം ദൈവം തന്നെ നമ്മളെ ഈ സഹനത്തിലൂടെ ഉരുക്കിയെടുത്ത് ഉറപ്പിക്കും, പൂർണ്ണരാക്കും, ശക്തരാക്കും, സ്ഥിരീകരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അവസാനത്തെ ഒരു വാക്യം ഉറക്കെ വായിക്കണം. ആധിപത്യം എന്നും എന്നേക്കും അവൻ്റേതായിരിക്കട്ടെ, ആമേൻ. എന്നേറ്റ് പറഞ്ഞേ, ആധിപത്യം എന്നും എന്നേക്കും അവിടുത്തേതായിരിക്കട്ടെ, ആമേൻ. ആർക്കാണ് ആധിപത്യം? ഈശോയ്ക്ക്. എൻ്റെ മേൽ ആധിപത്യം പിശാചിനോ, പ്രലോഭനങ്ങൾക്കോ, രോഗങ്ങൾക്കോ, വേദനകൾക്കോ, കടബാധ്യതകൾക്കോ, മനുഷ്യർ പറഞ്ഞ വാക്കുകൾക്കോ, അവർ ചതിച്ചതിനോ, എൻ്റെ കഴിഞ്ഞ കാലത്തിൻ്റെ കെട്ട ഓർമ്മകൾക്കോ, നാളെക്കുറിച്ചുള്ള എൻ്റെ ഭയങ്ങൾക്കോ അല്ല. എൻ്റെ മേൽ അധികാരവും ആധിപത്യവും എന്നും എന്നേക്കും അവിടുത്തേക്ക് മാത്രമായിരിക്കട്ടെ, ആമേൻ. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയ. അതൊന്ന് തീരുമാനിച്ചങ്ങ് നിൽക്ക്. ഇല്ലെങ്കിൽ ഇങ്ങനെ ഇസഡ് പോലെ എസ് പോലെയൊക്കെ വളഞ്ഞു നിൽക്കും. ഐ പോലെ എല്ല് പോലെയൊക്കെ നിൽക്കണമെങ്കിൽ, ഇംഗ്ലീഷ് അക്ഷരമാലയാട്ടോ, ഇതുപോലെയൊക്കെ ഒന്ന് നിവർന്ന് നിൽക്കണമെങ്കിൽ ഒരൊറ്റ ഉറപ്പാണ്: സകലരും ചുറ്റും നിന്ന് കൂരം പെയ്താലും, നിങ്ങളുടെ ശരീരം നിങ്ങളെ വെല്ലുവിളിച്ചാലും, നിങ്ങളുടെ മനസ്സ് നിങ്ങളെ തളർത്തിക്കളഞ്ഞാലും, നിങ്ങളുടെ ആത്മാവ് ശോഷിച്ചു പോകുന്നൊരവസ്ഥയിലേക്ക് വന്നാലും, അവിടെയും തളർന്ന് കിടക്കുന്ന ഒരു സമയത്തും നമുക്കിത് പറയാൻ പറ്റണം: ആധിപത്യം രോഗമേ നിനക്കല്ല, കടമേ നിനക്കല്ല, മനുഷ്യരെ നിങ്ങൾക്കല്ല, എന്നെ തകർക്കാൻ ശ്രമിക്കുന്ന പിശാച് നിനക്കല്ല. ആധിപത്യം എന്നും എന്നേക്കും എൻ്റെ കർത്താവിന് മാത്രമുള്ളതാകുന്നു, ആമേൻ. നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ അധികാരവും ആധിപത്യം ആർക്ക് മാത്രം? ഈശോയ്ക്ക് മാത്രം. കർത്താവ് നിന്റെ പക്ഷത്തെങ്കിൽ ആര് നിനക്ക് എതിര് നിൽക്കും? കൊല്ലപ്പെടുന്ന കുഞ്ഞാടിനെ പോലെ ഓരോ ദിവസവും ഞങ്ങൾ കരുതപ്പെടുന്നു. കർത്താവ് തിരഞ്ഞെടുത്തവൻ്റെ നേരെ, കർത്താവ് തിരഞ്ഞെടുത്ത മക്കൾക്ക് നേരെ ആര് വിധി കൽപ്പിക്കും? അങ്ങനെ വിധി കൽപ്പിച്ചാലും വേദനകളോ, സഹനങ്ങളോ, കൊടുവാളോ, വെട്ടുവാളോ, കടാരയോ എന്ത് വന്നാലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ അകറ്റാൻ ആർക്ക് സാധിക്കും? ദൈവത്തിലൂടെ, ദൈവപുത്രനിലൂടെ, ഈശോയിലൂടെ വെളിപ്പെട്ട ആ ദൈവസ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ അകറ്റാൻ പറ്റില്ലെന്ന് ആരോട് പറയണം? ലോകത്തോടും പറയണം, തകർക്കാൻ ശ്രമിക്കുന്ന പിശാചിനോടും പറയണം, നിങ്ങളെ തളർത്താൻ ശ്രമിച്ച സാഹചര്യങ്ങളോടും പറയണം. എന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല, കാരണം ഞാൻ നിൽക്കുന്നത് സർവശക്തനായ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിലാണ്. എന്നെ തകർത്ത് കളയാൻ നിങ്ങൾ ശ്രമിച്ചാൽ എന്നെ ഉയർത്താൻ ഇവിടെ ഒരാളുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. അവൻ്റെ സ്നേഹനിമിത്തം ഇതിലെല്ലാം നാം പൂർണ്ണ വിജയം കണ്ടെത്തിയിരിക്കുന്നു. പൗലോസ്ലേ പറയാണ്, റോമ 8:35 മുതലുള്ള വാക്യങ്ങൾ ആവർത്തിച്ച് വായിക്കണം. സഹനമോ, വേദനമോ, പട്ടിണിയോ, വാളോ എന്ത് തന്നെ വന്നാലും, എന്തൊക്കെ സഹനങ്ങൾ, അത് പൗലോസ്ലേ അന്നത്തെ ലാംഗ്വേജ് പറഞ്ഞു, പൗലോസ്ലേ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറഞ്ഞു. ഇന്ന് നമുക്ക് പറയാൻ പറ്റണ എന്ത് തന്നെ ആവട്ടെ, ഈശോയിലൂടെ വെളിപ്പെട്ട ആ സ്നേഹത്തിലൂടെ ഇതിലെല്ലാം നാം പൂർണ്ണ വിജയം കണ്ടെത്തിയിരിക്കുന്നു, ആമേൻ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു.
എന്തെന്നാൽ ഞാൻ തന്നെ എന്ന് നിങ്ങൾ മരിക്കും. ഇന്നത്തെ ഒരു ഫ്രേസ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ തന്നെ. പഴയ നിയമത്തിൽ മോശയോട് പറഞ്ഞ ആ വാക്ക്, ആ ദൈവം ഈശോ ഇന്ന് നമ്മൾ ഈ വിശുദ്ധ കുർബാനയിൽ, നമ്മൾ ആരാധനയിൽ നമ്മൾ അവന്റെ വചനമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ തന്നെ. ആ ദൈവം ഈശോ നിന്റെ കൂടെ ഉണ്ടെന്ന് നീ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നീ മരിക്കും. പാപങ്ങളിൽ മാത്രമല്ല, നിങ്ങളുടെ സങ്കടങ്ങളിൽ, നിങ്ങളുടെ പരാജയങ്ങളിൽ, നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ മരിക്കും.